എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പോലീസ് അതിവേഗത്തിൽ തന്നെ തീർത്തിപ്പോൾ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നടൻ രഞ്ജിത്തിന്. എം കെ ഷുക്കൂർ കൂടിയുണ്ട്. ഷുക്കൂർ, രഞ്ജിത്തിനെതിരെ മുൻപും 2 പരാതികൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അപ്പോഴൊന്നും കൃത്യമായ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. ഒരു പരാതി പിന്നീട് പിൻവലിക്കുകയും മറ്റൊരു യുവാവിന്റെ പരാതി അത് കാലതാമസമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയുമായിരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഈ കേസിൽ എത്തി നിൽക്കുമ്പോൾ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ളത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമൊക്കെ ചുമത്തിക്കൊണ്ടാണ് കേസ്. ഇത് എത്രത്തോളം ഗുരുതരമായ ഒരു കേസാണ്, എത്രത്തോളം രഞ്ജിത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ജിൽസി, കഴിഞ്ഞ 2 കേസുകളേക്കാൾ ഗുരുതരമായ ഒരു കേസായിട്ട് തന്നെയാണ് ഇതിനിപ്പോൾ നിയമവിദഗ്ധരെല്ലാം തന്നെ പരിഗണിക്കുന്നത്. കാരണം ഈ കേസ് വളരെ മുമ്പ് നടന്നതല്ല, ജനുവരിയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിയാണ്. മാത്രമല്ല ഇത് എന്താ പറയുക, എറണാകുളം നഗരത്തിൽ തന്നെ ഫോർട്ട് കൊച്ചിയോട് ചേർന്ന ഭാഗത്ത് കോട്ടയത്തുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ പരാതിക്കടിസ്ഥാനമായ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ പരാതി പ്രഥമ ദൃഷ്ട്യാ തന്നെ ഗൗരവമുള്ളതാണെന്ന് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടാണ് ഈ നടപടി ശക്തമാക്കി കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ ഈ നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത്. സാധാരണ കേസുകളേക്കാൾ ഈ മെറിറ്റ് ഈ കേസിനുണ്ട് എന്നാണ് പോലീസ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ മീറ്റു ആരോപണങ്ങളിൽ പകച്ചുപോയ മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു ആഘാതം നൽകുന്നതാണ് മലയാള സിനിമയിലെ ഒരു സ്റ്റാർ സംവിധായകനും നടനുമൊക്കെയായിട്ടുള്ള രഞ്ജിത്ത് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. നേരത്തെ ഒരു ബംഗാളി നടി അദ്ദേഹത്തിനെതിരെ നൽകിയ പരാതിയിൽ അദ്ദേഹത്തിന് കേസെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യത്തിലിറങ്ങുകയും ചെയ്താണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസ് വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയുടെ ഒരു ബലം അത് വലിയ തോതിൽ കുറയാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന രീതിയിലുള്ള ഒരു ആരോപണം സ്വാഭാവികമായും പോലീസിന് കോടതിയിൽ ഉന്നയിക്കാനാകും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ എത്രമാത്രം ശാരീരിക അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും സമൂഹത്തിന് ഭീഷണിയാകുന്ന ഒരു കുറ്റവാളി എന്ന ഒരു ചാപ്പ അദ്ദേഹത്തിന് മേൽ പ്രോസിക്യൂഷൻ എന്തായാലും ചാർത്താൻ ശ്രമിക്കും. അത് അദ്ദേഹത്തിൻ്റെ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒപ്പം തന്നെ മലയാള സിനിമ അടക്കമുള്ള മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ തോതിലുള്ള ലൈംഗിക ചൂഷണം വീണ്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് സജീവമായി തന്നെ വരികയാണ്. എത്ര വലിയ ആളായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരു പൊതുവികാരം മലയാളി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെ പോലെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാൾ ഇപ്പോൾ പോലീസിൻ്റെ ശക്തമായ അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടിയിലോടുകൂടി അകത്താകുന്നത്. ഇന്നലെ വൈകുന്നേരം രാത്രി 8 മണി മുതൽ ഇന്ന് രാവിലെ 8 മണി വരെ നീണ്ട നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് ജയിലിലായിരിക്കുന്നത്. അതിനെല്ലാം തന്നെ പോലീസിൻ്റെ വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങളുണ്ട്. അദ്ദേഹം എന്തായാലും മുങ്ങാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കിയിൽ അദ്ദേഹത്തിന് വണ്ടി വളഞ്ഞ് അദ്ദേഹത്തെ പിടികൂടുന്നത്. അതിനുശേഷം രാത്രി തന്നെ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായി അദ്ദേഹം ഉന്നയിക്കും. കാരണം ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരെ നടത്തിയിട്ടുള്ള ആളാണ്. ആ ഒരു പരിഗണന സ്വാഭാവികമായും അദ്ദേഹത്തിന് നൽകണം. ആ നിയമപരമായ എല്ലാ പരിരക്ഷയും അദ്ദേഹത്തിന് പോലീസും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളും വകവെച്ച് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ചെയ്ത ആ ഗുരുതര കുറ്റകൃത്യത്തിൻ്റെ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന ആ ഗുരുതര കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാൻ മജിസ്ട്രേറ്റ് തയ്യാറായി. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം ഇപ്പോൾ എറണാകുളം സബ് ജയിലിൽ സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോഴുള്ളത്. വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ഗുരുതരമായ വകുപ്പുകൾ കൂടിയാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അറിയുന്നത്. ഗോപിക അരവിന്ദുണ്ട്. ഗോപിക, അപ്പോൾ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്ന് നേരത്തെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അത് ഇന്ന് തന്നെ പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? അതെ, തീർച്ചയായും ജിൽസി, ഇന്ന് രാവിലെ തന്നെ ഇന്ന് 11 മണിയോട് കൂടിയാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആരംഭിക്കുക. ഇതിന് ഏകദേശം 12 മണിയോട് കൂടി തന്നെ ഈ കേസ് പരിഗണിക്കാനാണ് സാധ്യത എന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നാൽ മാത്രമേ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമാണ്. ഇനിയിപ്പോൾ ജാമ്യം ലഭിച്ചാൽ പോലും അല്ലെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ പോലും ഇതൊരു നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം ഇനി വരുന്ന 2 ദിവസങ്ങളിലും പബ്ലിക് ഹോളിഡേ ആണ്. ശനിയാഴ്ച കോടതി പ്രവൃത്തി ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അഥവാ ഇനി ഇത്തരത്തിൽ ഒരു അവധി ആണെങ്കിൽ ഏകദേശം അടുപ്പിച്ച് 4 ദിവസത്തിനടുത്ത് രഞ്ജിത്ത് എന്തായാലും ജയിലിൽ കഴിയേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇതിലൊരു തീർപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇത് കൂടാതെ തന്നെ ഈ അഭിഭാഷകൻ ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇന്നലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്
വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അതുപോലെ തന്നെ ECGയിലുള്ള വേരിയേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. എന്നാൽ ഈ ഹൃദ്രോഗം അദ്ദേഹത്തിന് മുൻപും ഇതുമായി ബന്ധപ്പെട്ട പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അങ്ങോട്ട് ഡോക്ടർമാരോട് പറഞ്ഞത്, ഞാനൊരു മരുന്ന് ഇനി സ്വീകരിക്കുന്നില്ല, ഇതുമായി നിയമപരമായി മുന്നോട്ട് പോകാൻ ആണ് എൻ്റെ തീരുമാനം എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ പോലീസ് എത്തി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് എന്നും ഉള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അപ്പോൾ രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കോടതിയിൽ എത്തുമ്പോൾ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ പരാതിക്കാരി ജനുവരി 9-നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിക്രമം നടന്നിട്ടുള്ളത് എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ 2 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പരാതി വരുന്നതെന്നും ഇതൊരു കൃത്യമായ ഒരു കെട്ടിച്ചമച്ച കഥയാണെന്നുമാണ് ഈ ഹർജിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ രഞ്ജിത്തിന്റെ ഇത്തരത്തിലുള്ള വാദങ്ങൾ പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഇതിലൊരു തീരുമാനം എടുക്കുക. എന്തായാലും ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്തായാലും പരിഗണിക്കാൻ ആണ് സാധ്യതയുള്ളത്. ഇതുകൂടാതെ തന്നെ ഇതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം ഈ ആരോഗ്യ പ്രശ്നങ്ങളാണ്. എന്തായാലും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം സ്വഭാവ കാര്യങ്ങൾ കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 3 തവണ കേരളത്തിലെ ഈ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് തുടർച്ചയായി വീണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു 3ാമത് ഇത്തരത്തിലൊരു കേസ് വരുന്നത്. ആദ്യം ബംഗാളി നടിയുടെ കേസ് വന്നെങ്കിലും പിന്നീട് ആ പരാതിക്കാരി പിൻവലിക്കുകയാണ് ചെയ്തത്. എന്നാൽ 2ാമതൊരു കേസ് വന്നെങ്കിലും അത് അത്തരത്തിൽ കോടതിയിൽ അതിനൊരു സാങ്കേതികത്വം നിലനിൽക്കാത്ത കാരണം അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഈ 3ാമത് ഇത്തരത്തിലൊരു കേസ് വന്ന സന്ദർഭത്തിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ അല്ലെങ്കിൽ ഉടനടിയുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ കണ്ടത്. കാരണം കഴിഞ്ഞൊരു 3 ദിവസം മുൻപാണ് ഇത്തരത്തിലുള്ളൊരു പരാതി എത്തുന്നത്. കടുത്തൊരു മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു പരാതിക്കാരി പോയിരുന്നത്. അതിനുശേഷമാണ് അവരുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പോലീസുമായി ഇതുമായി ബന്ധപ്പെടുകയും അവരൊരു മാനസികമായി ഒന്ന് ഓക്കെ ആയതിനു ശേഷമാണ് അവർ പോലീസുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ 3 ദിവസം മുൻപ് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവർ മൊഴി നൽകുകയും ഇതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രഞ്ജിത്ത് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം കോട്ടയത്ത് നിന്നും ഇദ്ദേഹത്തെ ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ തന്നെ കോട്ടയത്ത് നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും അതിനുശേഷമാണ് തുടർച്ചയായി ട്രാക്ക് ചെയ്തുകൊണ്ട് കൊച്ചിയിലെ തന്നെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ SIT സംഘം രൂപീകരിച്ചുകൊണ്ട് എറണാകുളം DCPയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഇന്നലെ തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നതും. പക്ഷേ അതിനെ തുടർന്നാണ് ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തും ഇത് പിന്നീട് ഹൃദ്രോഗവും അതുപോലെ തന്നെ ന്യൂറോ വിഭാഗവും എല്ലാം പരിഗണിച്ച ശേഷം മാത്രമേ ഇതിലൊരു തുടർ നടപടികൾ സാധിക്കുകയുള്ളൂ എന്ന് കരുതിക്കൊണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ മജിസ്ട്രേറ്റിനെ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു നിർണായകമായ ഇടപെടൽ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. ദിൽസി.